മാധ്യമ സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. പ്രണയ ദിനത്തിൽ അത് പറയാൻ പ്രത്യേകം കാരണമുണ്ട്. പ്രണയിച്ച് വിവാഹിതനായ ഒരാളാണ് ഞാൻ. അത്തരത്തിൽ പ്രണയിച്ച് വിവാഹം കഴിച്ച് ഞാൻ ഈ പ്രണയ ദിനത്തിൽ ഒരു പ്രണയോപഹാരം, ഇഷ്ടമാണ് പെണ്ണെ എന്ന പേരിലുള്ള ഈ ഗാനസമാഹാരം, റൊമാൻറ്റിക് ഓഡിയോ ആൽബമാണ് ഇത്. എല്ലാവർക്കും ഒരു സംശയം തോന്നി, ഇപ്പൊ എവിടെ നോക്കിയാലും ആൽബങ്ങളുടെ കാലമാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിച്ചു. അതിൽ പാടുന്നവരുടെ മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് പാടുന്ന ആൾക്കാരെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമാഹാരമാണ് നമ്മളിന്ന് പുറത്തിറക്കുന്നത്. ശ്രീ എം ജി ശ്രീകുമാർ, ജി വേണുഗോപാൽ, വിധു പ്രതാപ്, സുദീപ് കുമാർ, കാവാലം ശ്രീകുമാർ, ദീപാങ്കുരൻ കൈതപ്രം, മഞ്ചരി, ഗായത്രി ഇവരൊക്കെയാണ് ഇതിൽ പാടിയിരിക്കുന്നത്. അതിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഞാനാണ്. ഇവിടെ തന്നെ മിനിഞ്ഞാന്ന് തൊട്ട് താഴെ നമ്മുടെ തന്നെ മറ്റൊരു CD റിലീസും ഉണ്ടായിരുന്നു. ഇതിന് ഈ റിലീസ് കർമ്മം നിർവഹിക്കാൻ നമുക്ക് ആരാധനായ മന്ത്രിയെ തന്നെ ഇന്ന് ലഭിച്ചു. അതിലും വളരെ വളരെ സന്തോഷമുണ്ട്. ഞാൻ ആൽബത്തിൽ നിന്ന് വ്യത്യസ്തത എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞോട്ടെ. ഇതിൽ നമ്മൾ ഇന്ന് കേട്ടുവരുന്ന പാട്ടുകളിൽ നിന്ന് അതിന്റെ വരികളുടെ ഭംഗിയായാലും സംഗീതത്തിലായാലും ഒക്കെ നമ്മുടെ പാരമ്പര്യമായ രീതിയിലുള്ള സംഗീതവും വരികളുമാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാടിയവരായാലും അങ്ങനെ തന്നെയാണ്. ഏതായാലും ഇതിന്റെ വിജയത്തിനായി നിങ്ങളെവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവണം. മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ട രീതിയിലുള്ള പബ്ലിസിറ്റി നമുക്ക് തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും മന്ത്രിയുടെ തിരക്ക്, അദ്ദേഹം നിയമസഭയിൽ നിന്ന് ഇറങ്ങി വന്നാണ് നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടി കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തതിന് അദ്ദേഹത്തിന് ഞാൻ ആദ്യമേ നന്ദി പറയുന്നു. അദ്ദേഹം 2 വാക്ക് സംസാരിച്ച് നമ്മുടെ CD-യുടെ റിലീസ് കർമ്മം ഇവിടെ നിർവഹിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട ശ്രീ രവിശങ്കർ, ഇതിൻ്റെ ഈ പാട്ടുകളുടെ വരികൾക്ക് രൂപം കൊടുത്ത ശ്രീമതി മഞ്ജു, ശ്രീ മുത്താർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ഇതിന്റെ പ്രവർത്തകർ, സംഘാടകർ വളരെ നല്ലൊരു ദിവസമാണ് ഇങ്ങനെ ഒരു ഓഡിയോ ഇത് പ്രസിദ്ധീകരിക്കാനുള്ള ദിവസം കണ്ടുപിടിച്ചത് എന്ന് നമുക്കറിയാം. പ്രണയം ഇല്ലാത്ത മനുഷ്യരില്ല നമ്മുടെ ജീവിതത്തിൽ. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു അവസരത്തിൽ അറിഞ്ഞോ അറിയാതെ ആരുടെയെങ്കിലും മനസ്സിലൊരു പ്രണയം തോന്നാതിരിക്കും എന്നുള്ളത് വെറുതെയാണെന്നൊക്കെ ആര് പറഞ്ഞാലും ചിലപ്പോൾ അത് വെറുതെ ആയിരിക്കില്ല. ചിലപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ അത്, പക്ഷെ ഒരാളുടെ മനസ്സിൽ തോന്നുന്ന പ്രണയം മറ്റൊരാൾ അറിയണമെന്നില്ല. അപ്പൊ ആ വാലന്റൈൻസ് ഡേ തന്നെ ഇഷ്ടമാണ് പെണ്ണെ എന്ന് പേരുള്ള ഈ ഓഡിയോ ആൽബം പ്രസിദ്ധീകരിക്കുവാൻ ഇവർ തെരഞ്ഞെടുത്തിരിക്കുന്നു. കേരളത്തിലെ അറിയപ്പെടുന്ന ഗായകർ, എല്ലാവരുടെയും പേരിവിടെ രവിശങ്കർ സൂചിപ്പിച്ചു. അറിയപ്പെടുന്ന തന്നെ ഏറ്റവും നമ്മള് പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗായകർ, ഗായിക, വളരെ പ്രസിദ്ധരായ ആളുകളെയാണ് ഈ പാട്ട് പാടിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് യുവാക്കൾക്ക് കൂടുതലും വലിയ താല്പര്യമായിട്ട് ഈ പാട്ട് കേൾക്കാൻ രീതിയിലാണ് ഇവിടെ ഈ വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ആളുകളാണ്. ഇത് തീർച്ചയായിട്ടും വലിയ വിജയം, ഓഡിയോയുടെ പ്രചാരണത്തിൽ വലിയ വിജയം ഉണ്ടാകട്ടെ.
ആളുകൾക്ക് ആസ്വദിക്കാൻ നല്ല അവസരമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി KCDയുടെ ഔപചാരികമായ പ്രകാശനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്നായിട്ടൊന്നും പറയാൻ കേട്ടിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി സുരേന്ദ്രൻ സാർ, വേദിയിലിരിക്കുന്ന ഞങ്ങളുടെ ഫാമിലി സുഹൃത്തും അയൽക്കാരുമായ ശ്രീമതി മഞ്ജു ഗുപ്ത, ഈ ഓഡിയോ കാസറ്റിൻ്റെ പിന്നിൽ നിന്ന് ആത്മാർത്ഥമായി പ്രവർത്തിച്ച മറ്റ് സംഘാടകരെ, ഇവിടെ കൂടിയിരിക്കുന്ന മാധ്യമ പ്രവർത്തകരെ, എൻ്റെ സുഹൃത്തുക്കളെ, ഞാനവിടെ ഒരു മൂലക്കിരിക്കുകയായിരുന്നു. മഞ്ജു എന്തിനുണ്ടോ എന്ന് പറഞ്ഞ് സാറേ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ നിങ്ങൾ രണ്ടു വാക്ക് പറയണമെന്ന് പറഞ്ഞു. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഏതായാലും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ പ്രണയത്തിൻ്റെ അലയൊലികൾ ഹൃദയത്തിൽ ഒരു തവണയെങ്കിലും അനുഭവിക്കാത്തവരാരുമില്ല. ഏതായാലും സ്നേഹമാണ് അഖിലസാരമൊഴി എന്ന് പറയുന്നത് പോലെ സ്നേഹം ദിവ്യമാണ്, പവിത്രമാണ്. അതിൻ്റെ പവിത്രതയും അതിൻ്റെ ധന്യതയും ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ യുവതി യുവാക്കൾ നല്ല രീതിയിൽ, അർത്ഥവത്തായ രീതിയിൽ ധന്യതയും അതിൻ്റെ പവിത്രതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രണയിക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. അപ്പം ഇൻഫാക്ച്വേഷൻ അതൊരു അഭിനിവേശം. ആ ഇൻഫാക്ച്വേഷനിൽ നിന്ന് അതിനെ സർമൗണ്ട് ചെയ്ത് ഒരു ജെന്യുവൻ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ലോകം സുന്ദരമാകും, മനോഹരമാകും. അങ്ങനെ വരുമ്പോൾ കൂട്ടായ്മയുടെ കരുത്തും സൗഹൃദത്തിൻ്റെ ഒരു കുളിർമയും ലാളിത്യത്തിൻ്റെ ധന്യതയും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഈ സമൂഹം കൂടുതൽ നല്ലതായിട്ട് വരും. അങ്ങനെയുള്ള ആൾക്കാർ സമൂഹത്തിൽ ഒരു നന്മയായി, മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവരായി, നക്ഷത്ര ശോഭയുള്ളവരായിട്ട് വരും. ആ നക്ഷത്ര ശോഭ മറ്റുള്ളവർക്ക് പ്രകാശം നൽകും. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം, സൗഹൃദം പങ്കിടാം, കൂട്ടായ്മയുടെ കരുത്ത് ആസ്വദിക്കാം. ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സന്തോഷം ഇവിടെ അറിയിക്കുന്നു. ഈ ഓഡിയോ കാസറ്റ് പല മനസ്സുകളിലും സന്തോഷവും ആഹ്ലാദവും കൂടുതൽ ചിന്തിച്ച് ആലോചിച്ച് സന്തോഷിക്കാനുള്ള അവസരം നൽകട്ടെ. ഇതിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.